ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF-ൽ നല്ല ശമ്പളത്തിൽ ജോലിയുടെ അവസരം വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് CISF-ൽ ജോലി കിട്ടുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു മേഖലയിലേക്കാണ് ഇപ്പോൾ ജോലിക്ക് അവസരം വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, CISF കോൺസ്റ്റബിൾ ഡ്രൈവർ റിക്രൂട്ട്മെൻറ്റ് 2025 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. സ്ഥാപനത്തിൻ്റെ പേര് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണിത്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. തസ്തികയുടെ പേര് കോൺസ്റ്റബിൾ ഡ്രൈവർ പമ്പ് ഓപ്പറേറ്റർ DCPO. ഒഴിവുകളുടെ എണ്ണം 1124 ആണ്. അതേപോലെ ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ. ജോലിയുടെ ശമ്പളം 21,700 മുതൽ 69,100 വരെയാണ്. അതേപോലെ അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അതേപോലെ അപേക്ഷ ആരംഭിക്കുന്ന തീയതി 2025 ഫെബ്രുവരി 3 അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ഫെബ്രുവരി 4 ഓക്കെ. അതേപോലെ ഇതിന് ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കാം, അതൊന്ന് ചെക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ഒരു ജോലിയാണിത്. അപ്പോൾ ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കുന്നുണ്ട്, അത് തീർച്ചയായിട്ടും ഒന്ന് കയറി നോക്കൂ. ഓക്കെ. അതേപോലെ ഇതിലേക്ക് കോൺസ്റ്റബിൾ ഡ്രൈവർ വേക്കൻസിയിലേക്ക് 845 വേക്കൻസികളാണ്. അതേപോലെ ഡ്രൈവർ പമ്പ് ഓപ്പറേറ്ററിലേക്ക് 279 വേക്കൻസികളുമുണ്ട്. അതേപോലെ ഇതിലേക്ക് ഏജ് ലിമിറ്റ് മിനിമം ഏജ് ആയിട്ട് 21 വയസ്സും മാക്സിമം ഏജ് ആയിട്ട് 27 വയസ്സുമാണ് പറയുന്നത്. അതേപോലെ ഏജ് റിലാക്സേഷൻ അപ്ലിക്കബിൾ ആസ് പെർ ദ റൂൾ അനുസരിച്ച് ഏജ് റിലാക്സേഷൻ കിട്ടുന്നതാണ്. അതേപോലെ വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം. അതേപോലെ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് എ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അത് ഹെവി മോട്ടോർ വെഹിക്കിൾസും അതേപോലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസും അതേപോലെ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയറും വേണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ പമ്പ് ഓപ്പറേറ്ററിലേക്കും ഇത് വേണം. അതേപോലെ നിങ്ങൾക്കൊരു ഓപ്പറേറ്റിംഗ് അറിവ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇതിലേക്ക് വേണ്ട അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപേക്ഷാ ഫീസ് UR EWS OBC വിഭാഗക്കാർക്ക് 100 രൂപയും SC ST വിഭാഗക്കാർ ഫീസ് പറയുന്നില്ല. പേയ്മെൻറ്റ് മോഡ് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതും അതേപോലെ ഫീസ് അടയ്ക്കേണ്ടതും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്ന കരുതുന്നു. ഉപകാരപ്പെട്ട ചങ്ങാതിമാരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.